തള്ളേനാണ് കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ നിനക്കൊരു തന്തയായി, നല്ലൊരു ഒരാളെ കൊന്നിട്ട് തന്നെയല്ല ഈ ഒരു വ്യക്തിനെ നമ്മൾ 36 കോടി കൊടുത്ത് ഇറക്കിയത്. അതിന് ഇത്രയും വലിയ സ്വീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ മഴ പെയ്ത് തുടങ്ങിയില്ല. അപ്പൊ മാളങ്ങളിൽ ഇരിക്കുന്ന കുറേ താലോളികൾ ഇറങ്ങിയിട്ടുണ്ട്. സോറി, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കാൻ പറ്റിയ പേരാണത്. അല്ല, രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണ്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ട് ഇനി ജീവിക്കണ്ടേ. എന്റെ ഒരു കണക്കും പ്രകാരം ഇവന്റെ തന്തയോ ഇവനോ ഇവന്റെ കൂടപ്പിറപ്പ് ആരും ഈ ഒരു മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ 36 കോടി കൊടുത്ത തന്തയുള്ള മക്കൾക്ക് ഈ തന്തയില്ലാത്തവനെ എന്ത് വേണേലും പറയാം. ഇനിയിപ്പോ നീ പറഞ്ഞ പോലെ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവന് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ നിനക്കാണ് ഈ തന്തയില്ല, നിന്റെ തള്ളേനാണ് കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ നിനക്കൊരു തന്തയായി, നല്ലൊരു തന്തയായി, പകുതിരിവുള്ളൊരു തന്തേനെയും കിട്ടും നിനക്ക്. അതെങ്ങനെയുണ്ട്? അതാണ് ഏറ്റവും നല്ലത്. നിന്റെ തള്ളേനാണ് കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ നിനക്കൊരു നല്ലൊരു തന്തയുണ്ട്. ആൾക്കാർ കാണുമ്പോൾ നിന്നെ ഈ തന്തയില്ലാത്തവനെ എന്ന് വിളിക്കുകയല്ല, നിനക്ക് നല്ലൊരു തന്തേനെയും കിട്ടും. ആൾക്കാർ നിന്നെ ആ ഒരു രീതിക്ക് കാണോളൂ. അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്തയില്ലാത്ത ഉറപ്പ് പറയൂ. നിന്റെ കാശിന്നൊന്നുമല്ലല്ലോ, നിനക്കെന്തിനാ ഇത്ര വേദന? നിന്റെ തള്ള കൊടുത്തേണ്ട, നിന്റെ തന്ത കൊടുത്തേണ്ട, നീ കൊടുത്തേണ്ട. ഈ 36 കോടിന്ന് കൊടുത്തവർക്കില്ലാത്ത അടിങ്ങേറ് നിനക്കെന്താണ്? നിന്റെ അടിങ്ങേറ് വേറെയാണ്.